രമേഷ് പിഷാരടി മത്സരിക്കുകയാണ്. രമേഷ് പിഷാരടി മത്സരിക്കുന്നത് നല്ലതാണ്, വല്ലപ്പോഴ കോമഡി ഷോ ഒക്കെ കിട്ടും, പിന്നെ അതൊരു നടനാണ്. പക്ഷേ ഈ മുകേഷൊക്കെ മത്സരിച്ച് ജയിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലായിരുന്നു. എന്ത് പ്രത്യേകത വന്നു? കൊല്ലത്തിന് വല്ല വികസനം ഉണ്ടായോ? വല്ല കാര്യമോ? ഒരു MLA എന്നുള്ള നിലയിൽ തെക്ക് വടക്ക് നടന്നല്ലാതെ സാംസ്കാരിക രംഗത്തിന് വല്ല ഗുണമുണ്ടായോ? ശരിക്കും മുകേഷൊക്കെ സാഹിത്യ അക്കാദമിയുടെയോ അല്ലെങ്കിൽ പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെയൊക്കെ ചെയർമാനായിരുന്നു, കുറേ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ MLA ആയിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതൊക്കെ രാഷ്ട്രീയക്കാർ നോക്കട്ടെ. പിഷാരടി അതാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഗവൺമെൻറ് UDF വരികയാണെങ്കിൽ ഏതെങ്കിലും നല്ല സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ എന്തായാലും പിഷാരടിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ കൊണ്ടിടുന്നത് ഒരു സിംഹപ്പുരയിലാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സ്ഥലമാണ്. പാലക്കാട് BJPക്ക് നല്ല ഹോൾഡുള്ള സ്ഥലമാണ്. ഷാഫി പറമ്പിൽ അവിടെ ജയിക്കുന്നത് അവിടെ കണ്ണാടി എന്ന് പറയുന്ന പഞ്ചായത്തിലും മറ്റൊന്ന് രണ്ട് പഞ്ചായത്തുകളിലുള്ള മുസ്ലിം ബെൽറ്റുകളുടെ നല്ല വോട്ട് നേടിയതുകൊണ്ട് മാത്രമാണ് ഷാഫി പറമ്പിൽ ജയിച്ചു കയറുന്നത്. അതും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരനോട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചു എന്നുള്ളത്, പിണറായിക്കെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസ് എല്ലാം കൂടെ വന്ന് ജയിച്ചു എന്ന് വിചാരിച്ച് രമേഷ് പിഷാരടി കടുത്തുരുത്തിയിൽ നിന്ന്, കോട്ടയം ജില്ലയുടെ കടുത്തുരുത്തിയിൽ നിന്ന് നേരെ പാലക്കാടേക്ക് വെച്ച് പിടിച്ചാൽ അത് രക്ഷപ്പെടണമെന്നില്ല. അവിടെ ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. അവരുടെ ഈ വാക്ക് ഓവർ ഈസി വാക്ക് ഓവർ ആവും എന്നാണ് തോന്നുന്നത്. എന്തായാലും രമേഷ് പിഷാരടി അങ്ങോട്ട് പോയത് സുഖകരമായ കാര്യമല്ല. പാലക്കാട് കൃത്യമായി അത് ഇടതുപക്ഷത്തിനവിടെ ഒന്നും ചെയ്യാനില്ല. AK ബാലനൊക്കെ ഉണ്ട്, PK കൃഷ്ണദാസൊക്കെ ഉണ്ടെങ്കിലും മലമ്പുഴയിൽ അവർക്കൊരു സാധ്യതയുണ്ട്. പക്ഷേ പാലക്കാട് അവർക്കൊന്നും ചെയ്യാനില്ല. പാലക്കാട് BJPയും അതുപോലെ തന്നെ കോൺഗ്രസുമാണ് പ്രധാനപ്പെട്ട പാർട്ടികൾ. അതിൽ കോൺഗ്രസ്സാണ് പല വർഷങ്ങളായി ജയിച്ചു വരുന്നത്. BJPയും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ അവിടെ ഉണ്ട്. മുനിസിപ്പാലിറ്റി നഗരസഭ ഭരിക്കുന്നുണ്ട്. നഗരസഭയിൽ നേരത്തെ വലിയ ഭൂരിപക്ഷമായിരുന്നു, ഇപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവരവിടെ ഉണ്ട്. അപ്പോൾ വളരെ വലിയ സാധ്യത BJPക്കുള്ള, ശോഭാ സുരേന്ദ്രനൊക്കെ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അവിടെ ചെന്ന് എന്ത് ചെയ്യാനെന്നറിയില്ല രമേഷ് പിഷാരടി. അതുകൊണ്ട് പുനർവിചിന്തനം തന്നെ ചെയ്യണം കോൺഗ്രസും UDFും. പിഷാരടി മറ്റെവിടെയെങ്കിലും നിൽക്കണം. ഒരു ജയിക്കുന്ന മണ്ഡലത്തിൽ, മുസ്ലിം ലീഗിൻ്റെ കെയർ ഓഫിലായാലും ഒരു ജയിക്കുന്ന മണ്ഡലത്തിൽ പോയി നിന്നാൽ ഒരു കലാകാരൻ MLA ആവും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, പിഷാരടി MLA ആയാലും പരാജയപ്പെട്ടു പോകും. താങ്കൾ ഞാൻ ഈ പറഞ്ഞ പോലെ സാഹിത്യ ചലച്ചിത്ര മേഖലയിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയെ വന്നാൽ കുറേയധികം കാര്യങ്ങൾ താങ്കൾക്ക് ചെയ്യാനുണ്ടാവും.